മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അക്ബർ ചക്രവർത്തി എന്നൊരാളുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിയെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എന്തോ ഒരു കുലുമാലുണ്ടാക്കിയല്ലോ. എന്തായിരുന്നു അതിൻ്റെ പേര്? ദീനി ഇലാഹി എന്നു പേരായ ഒരു മതം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ് അക്ബർ ചക്രവർത്തി. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഉപദേശകൻ ഉണ്ടായിരുന്നു. ബീർബൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഉപദേശകനായ ബീർബലും കൂടി കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയി. വേട്ടയാടി അവർ കുറേ ദൂരം സഞ്ചരിച്ച സമയത്ത് രാജാവിൻ്റെ കയ്യിൻ്റെ ചൂണ്ടാൻ വിരലിന് ഒരു മുറി പറ്റി. എന്തോ ആയുധം തട്ടിയിട്ട് മുറിയായി. നല്ല വേദന ഉണ്ടായിരുന്നു. ബീർബല് കുറച്ച് പച്ചമരുന്നൊക്കെ എടുത്ത് അവിടെ വെച്ച് ഉഷാറായിട്ട് അതിനെ കെട്ടിക്കൊടുത്ത് രാജാവ് വേദന കൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ബീർബല് പറഞ്ഞു, മഹാരാജാവേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് എന്ത് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരികയാണെങ്കിലും അത് എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു. നല്ല ചൂടുണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയിട്ടേക്കാരം. മനുഷ്യന് ഏത് ബുദ്ധിമുട്ട് വന്നാലും എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ രാജാവിന് കയ്യമ്മ മുറിയായത് കാരണം, വേദന ഉള്ളത് കാരണം അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. രാജാവിന് ദേഷ്യം വന്നപ്പോൾ തൊട്ടടുത്തൊരു കിണറുണ്ടായിരുന്നു, വെള്ളമില്ലാത്തൊരു കിണർ. ആ കിണറിലേക്ക് ബീർബലിനെ തള്ളിയിട്ടു. എന്നാൽ എല്ലാ ഉപദ്രവങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഗുണത്തിനാണെങ്കിൽ അവിടെ കിടക്കുകയായിരുന്നു. ഗുണത്തിനേക്കാരല്ലോ അവിടെ കിടന്നു പറഞ്ഞു. തള്ളിയിട്ട് കണ്ട് രാജാവ് അങ്ങനെ പോയി. കുറേ ദൂരം സഞ്ചരിച്ച് ഒരു മലയുടെ താഴ്വാരത്തെത്തിയപ്പോൾ കാട്ടിൽ താമസിക്കുന്ന കുറേ ആളുകൾ രാജാവിനെ കണ്ടുമുട്ടി. രാജാവിനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ, SBവിൻ്റെ ആൾക്കാരാകുമ്പോൾ തന്നെ ഉഷാറാണ്. പിന്നെ രാജാവും കൂടിയാണെങ്കിൽ പറയും വേണ്ടല്ലോ. കോട്ട കൂടി ഇട്ട് നോക്കുമ്പോൾ സംഗതി നല്ല ഉഷാറുണ്ട്. ഏതായാലും രാജാവിനെ കണ്ടു നോക്കുമ്പോൾ അവർക്ക് നല്ല ഉഷാറുള്ള ഒരാളായിട്ട് തോന്നിയപ്പോൾ അവർ പിടിച്ചു. അവർക്ക് അന്ന് വനദേവതക്ക് ഒരു മനുഷ്യനെ അറുത്തുകൊണ്ട് രക്തം കൊടുക്കേണ്ട ദിവസമായിരുന്നു. ഇന്നിപ്പോൾ ആരെ അറക്കാന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് രാജാവ് അവരുടെ മുമ്പിലേക്ക് വന്നത്. രാജാവിനെ പിടിച്ച് അവർ കൊണ്ടുപോയി നന്നായി ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ രാജാവിൻ്റെ കയ്യിൻ്റെ ചൂണ്ടുവിരലുമ ഹലാക്കിൻ്റെ ഒരു കെട്ടുണ്ട്. ഇതെന്താ ഈ കെട്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു അത് ഒരു മുറി പറ്റിയതാണ് പറഞ്ഞു. അപ്പോൾ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞു, അത്രേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഗതി ചുരുപ്പായല്ലോ, നിങ്ങൾ അറക്കാൻ പറ്റൂല. കാരണം ഒരു കേടുമില്ലാത്ത, ഒരു അയബും ഇല്ലാത്ത, ഒരു കുറവും ഇല്ലാത്ത ആളെ അറക്കാൻ പറ്റുള്ളൂ. കയ്യിൻ്റെ വിരൽ കേടുന്ന ആളെ എങ്ങനെ അറക്കങ്ങൾ പൊയ്ക്കോളി പറഞ്ഞു. വിട്ടപ്പോൾ രാജാവ് അങ്ങനെ ആലോചിച്ചു, ആ മന്ത്രി ബീർബൽ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. മൂമിനായ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത് എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിയായിരിക്കുന്നല്ലേ അയാൾ പറഞ്ഞത്. എൻ്റെ കയ്യുമ്മ മുറിയുള്ളതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനി അടുത്ത പരിപാടി മന്ത്രിയെ രക്ഷപ്പെടുത്തലാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെ മൂപ്പര് പോയ വഴിയിലൂടെ അങ്ങനെ നടന്ന് കിണറിൻ്റെ അടുത്ത് വന്ന് വള്ളികൾ കൊണ്ടൊരു കയറുണ്ടാക്കി മന്ത്രിക്ക് ഇട്ടുകൊടുത്ത് മന്ത്രി ആ കയറമ്മ പിടിച്ച് കയറിയേക്കിന് രാജാവ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മന്ത്രി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളോട് ചെയ്തത് വലിയൊരു അക്രമമായി പോയി. മൂമിനായ മനുഷ്യന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഒരു ഗുണത്തിനായിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എനിക്കത് അപ്പം മനസ്സിലാക്കാൻ കുറഞ്ഞ പ്രയാസം ഉണ്ടായിരുന്നു. എന്നെ കാട്ടുജാതിക്കാർ, കാട്ടിൽ താമസിക്കുന്ന കുറേ ആളുകൾ പിടിച്ചു കൊണ്ടുപോയി. അവരെന്നെ അറുക്കാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ കയ്യുമ കെട്ടുള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ്. കഴിച്ചിലായി മന്ത്രി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, നിങ്ങൾ എന്നോട് മാപ്പ് പറയൊന്നും വേണ്ട. ഞാനെങ്ങാനും നിങ്ങളൊപ്പം പോന്നിരുന്നുവെങ്കിൽ, ഞാൻ ഈ കിണറ്റിക്ക് ചാടിയില്ലാന്ന് വെക്കുക, ഞാൻ നിങ്ങളൊപ്പം പോന്നിരുന്നുവെങ്കിൽ നമ്മൾ രണ്ടുപേരെയും അവർ പിടിച്ചുകൊണ്ടുപോകും. നിങ്ങളെ കയ്യുമ്മ കെട്ട് കണ്ടിട്ട് നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും, ഇന്ന ഒരു പിടിച്ചുകാണ്ട് അറക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കിണറ്റ് ചാടിയത് ഹൈറിനായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. മുഅ്മിനായ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അത് ഹൈറിന് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.